മറ്റൊന്ന്, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് നമ്മുടെ ഹൗസിംഗ് ബോർഡ് കോളനിയിലെ റോഡുകൾ നമുക്ക് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ ഫസ്റ്റ് ഗേറ്റ് ഉൾപ്പെടെ ഇടയിലുള്ള സബ് റോഡുകൾ ഉൾപ്പെടെ ആദ്യകാലത്ത് 2010-15 സമയത്ത് ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ടാറിംഗ് അവിടെ ആരംഭിച്ചത്. അതിപ്പോൾ തകർന്നിട്ടുണ്ട്. ആ റോഡിലേക്ക് നമുക്ക് തുക പറയുന്നതായിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകല്ല. നമ്മുടെ കരുവാരക്കുടി കോവിൽ റോഡ് 25 ലക്ഷം രൂപ കിട്ടിയിട്ടാണ് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ റോഡാക്കി മാറ്റിയത്. അതും കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ അവിടെ വാഹനങ്ങൾ പോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് കുറച്ച് പണിയൊക്കെ ബാക്കി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലേക്കും നടക്കുന്നില്ല. റോഡുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലേക്കും നടക്കുന്നില്ല. പരമാവധി വികസന പ്രവർത്തനങ്ങൾ റോഡുമായി ബന്ധപ്പെട്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണയാണ് നമ്മുടെ ഗതാഗതത്തിന്റെ ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല, മറ്റാളുകൾക്ക് വീട് റിപ്പയറുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകാവുന്നതാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് റിപ്പയറിന്റെ അപേക്ഷാ ഫോമുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായം ചെന്നവർക്ക് അതിന് മുൻഗണന എന്ന നിലയിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള കട്ടിൽ വിതരണത്തിന്റെ അപേക്ഷാ ഫോമും ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം കോഴി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വാഴ കൃഷി പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട്, തെങ്ങ് കൃഷി പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട്, ബയോബില്ലുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ വാർഡില് ഈ അപേക്ഷാ ഫോമുകൾ ആവശ്യമുള്ളവർ ഇന്ന് അപേക്ഷാ ഫോം വാങ്ങിയതിനു ശേഷമേ പോകാൻ വേണ്ടി പാടുള്ളൂ. ഈ അപേക്ഷാ ഫോമുകളോടൊപ്പം അത് എഴുതി തയ്യാറാക്കി വീട്ടു നികുതി അടച്ച പേപ്പർ, ആധാർ കാർഡിന്റെ കോപ്പിയും റേഷൻ കാർഡിന്റെ കോപ്പിയും ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കുന്ന അവരെഴുതി തരുന്ന ഒരു കാർഡുണ്ട്, ചുവന്ന കളറിലുള്ള കാർഡ്, അതിന്റെ കോപ്പിയും വെച്ച് ഈ 4 പ്രധാനപ്പെട്ട രേഖകളും സഹിതം 1-ാം തീയതിക്കുള്ളിൽ തിരിച്ചു തരാം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. അപ്പോൾ ഗുണഭോക്താക്കളെ തീരുമാനിക്കുന്നതിനുള്ള വാർഡ് സഭാ യോഗമാണ് പ്രധാനമായും ഇന്ന് ചെയ്യുന്നത്. ഞാൻ ചുമതലയിട്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിരിക്കുക. കേവലം 7-8 മാസം മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമായിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് വരും. പുതിയ ആളുകൾ പുതിയ ചുമതല എടുത്തുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരും. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ ചുമതല നിങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്, ഒരുപാട് പ്രതീക്ഷകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ ഒരു പരിധി വരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും കഴിഞ്ഞോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് നിങ്ങളാണ്. വിശ്രമമില്ലാത്ത പ്രവർത്തനം, നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി വലിയ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ആത്മാർത്ഥം